ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ശരീരം വെച്ച് നമുക്ക് എത്ര നേരം ജോലി ചെയ്യാൻ പറ്റും? ഒരു 8 അല്ലെങ്കിൽ ഒരു 10 മണിക്കൂർ, അല്ലേ? അതിനപ്പുറം പോയാൽ നമ്മൾ തളരും. പക്ഷെ നമ്മുടെ ബ്രെയിനിന്റെ കാര്യം അങ്ങനെയല്ല, അതിന് ലിമിറ്റുകളേ ഇല്ല. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2000-ലധികം വർഷം പഴക്കമുള്ള ചാണക്യന്റെ അറിവ് ഉപയോഗിച്ച് ഇന്നത്തെ കാലത്ത് എങ്ങനെ പണമുണ്ടാക്കാം, എങ്ങനെ സമ്പന്നരാകാം എന്നതിനെക്കുറിച്ചാണ്. ചാണക്യൻ 2000 വർഷം മുന്നേ പറഞ്ഞുവച്ചൊരു കാര്യമാണിത്. ശരീരത്തിന്റെ ശക്തിക്ക് ഒരു പരിധിയുണ്ട്, പക്ഷെ നമ്മുടെ മനസ്സിന്റെ, നമ്മുടെ ബുദ്ധിയുടെ ശക്തിക്ക് ഒരു പരിധിയുമില്ല. ഈയൊരു ഐഡിയ ആണ് നമ്മളിന്ന് മുഴുവനായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. ബുദ്ധി കൊണ്ട് കളിച്ച് എങ്ങനെ മുന്നോട്ട് പോകാം എന്ന് നമുക്ക് നോക്കാം, അല്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് സംഭവം ക്ലിയർ ആയിട്ടുണ്ടാവും. കണ്ടില്ലേ, ശാരീരികാധ്വാനത്തിനൊരു ലിമിറ്റുണ്ട്. 8 മണിക്കൂർ, 10 മണിക്കൂർ, അതോടെ കഴിഞ്ഞു. പക്ഷേ നിങ്ങളുടെ ബ്രെയിനിന് അങ്ങനെ ഒരു ലിമിറ്റില്ല. ഒരു പുതിയ ഐഡിയ കണ്ടുപിടിക്കാൻ, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു പുതിയ സ്കില്ല് പഠിച്ചെടുക്കാൻ അതിന് സമയപരിധിയൊന്നുമില്ല. ആ ഒരു പോയിന്റിലാണ് യഥാർത്ഥ സമ്പത്ത് ഒളിഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. ഈ സമ്പത്തിലേക്കുള്ള യാത്രയിലെ ആദ്യത്തെ കുറച്ച് സ്റ്റെപ്പുകൾ, ഫസ്റ്റ് സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് ഏറ്റവും പ്രധാനം, നമ്മുടെ ഫൗണ്ടേഷൻ. ചാണക്യൻ പറയുന്ന ആദ്യത്തെ നിയമം ഇതാണ്: അറിവാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. പണമോ സ്വർണമോ ഒന്നുമല്ല, നിങ്ങളുടെ തലച്ചോറിലേക്ക് നിങ്ങൾ കൊടുക്കുന്ന അറിവ്. പ്രത്യേകിച്ച് ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ ഈ ഒരൊറ്റ വാക്കിന് സ്വർണത്തേക്കാളും വിലയുണ്ട്, ശരിയല്ലേ? നമുക്കൊരു സിമ്പിൾ ഉദാഹരണം നോക്കാം. വിചാരിക്കുക, നിങ്ങളുടെ കയ്യിലൊരു 30,000 രൂപയുണ്ട്. നിങ്ങൾക്ക് എന്തു ചെയ്യാം? ഓപ്ഷൻ എ, ഒരു പുതിയ ഐഫോൺ വാങ്ങാം. പക്ഷെ എന്താ കുഴപ്പം? 1 വർഷം കഴിയുമ്പോഴേക്കും അതിന്റെ വില നേരെ പകുതിയാകും. ഇനി ഓപ്ഷൻ ബി, അതേ പൈസ വെച്ച് ഒരു നല്ല ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് പഠിച്ചാലോ? ഒരു 6 മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് മാസം 50,000 രൂപ വരെ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു സ്കില്ലായി അത് മാറും. കണ്ടോ, ഇതാണ് അറിവിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ പവർ. അപ്പോൾ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം സ്ട്രാറ്റജിക് സൈലൻസ്, അതായത് തന്ത്രപരമായ നിശബ്ദത. ചാണക്യന്റെ പോളിസി വളരെ സിമ്പിളാണ്. നിങ്ങളുടെ പ്ലാനുകൾ അത് പൂർത്തിയാവുന്നതുവരെ ആരോടും പറയരുത്, രഹസ്യമായി സൂക്ഷിക്കുക. കാരണം രഹസ്യം സൂക്ഷിക്കാൻ പറ്റാത്തവനെ ഒരിക്കലും വിജയിക്കാൻ പറ്റില്ല. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നിങ്ങൾക്കൊരു അടിപൊളി ബിസിനസ് ഐഡിയ കിട്ടി. നിങ്ങൾ എന്തു ചെയ്യും? ഉടനെ അതൊരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയായിട്ടിടും, അല്ലേ? അങ്ങനെ ഇട്ടാൽ എന്ത് സംഭവിക്കും? ചിലപ്പോൾ അടുത്ത ആഴ്ച തന്നെ വേറെ ആരെങ്കിലും ആ ഐഡിയ കോപ്പി അടിച്ച് മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ടാവും. ചാണക്യന്റെ രീതി പക്ഷേ ഇതല്ല. ആദ്യം ഐഡിയ രഹസ്യമായി വയ്ക്കുക, എന്നിട്ട് ഒരു ചെറിയ ഗ്രൂപ്പിൽ ഒരു 50 കസ്റ്റമേഴ്സിന് വാട്സാപ്പ് വഴി അയച്ചു കൊടുത്ത് അതൊന്ന് ടെസ്റ്റ് ചെയ്യാം. അവരിൽ നിന്ന് നല്ല ഫീഡ്ബാക്ക് കിട്ടുകയാണെങ്കിൽ മാത്രം അത് പബ്ലിക്കായിട്ട് ലോഞ്ച് ചെയ്യാം. സിമ്പിൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആയി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? പണം തനിയെ വളരാൻ സഹായിക്കുന്ന കുറച്ച് ശീലങ്ങൾ, ഹാബിറ്റ്സ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. മടിയനും ഭാവിയേ ഇല്ല എന്ന് ചാണക്യൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. അതിന് ഇന്നത്തെ കാലത്ത് എന്താർത്ഥം? സിമ്പിളാണ്. അടുത്തൊരു 5-10 വർഷം മുന്നോട്ട് കണ്ട് പ്ലാൻ ചെയ്യണം. ഇന്നത്തെ കാര്യം മാത്രം നോക്കുന്ന ആളല്ല, ഭാവിയെപ്പറ്റി ചിന്തിക്കുന്ന ആളാണ് ശരിക്കും വിജയിക്കാൻ പോകുന്നത്. ഇതിന്റെ ഒരു പവർ എത്ര വലുതാണെന്നറിയാമോ? നിങ്ങൾ മാസം വെറും 5000 രൂപ ഒരു നല്ല മ്യൂച്വൽ ഫണ്ടിൽ SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് വെറുതെ ഒന്ന് സങ്കല്പിക്കുക. വർഷം ഒരു 12% റിട്ടേൺ കിട്ടിയാൽ പോലും 10 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടാവുന്നത് ഏകദേശം 50 ലക്ഷം രൂപയായിരിക്കും. ഇതാണ് ദീർഘകാല നിക്ഷേപത്തിന്റെ ശക്തി, നമ്മളീ പറയുന്ന കോമ്പൗണ്ടിങ്ങിന്റെ മാജിക്. ഇനി അടുത്ത ശീലം, ഇത് നമ്മുടെ ചെലവുകളെക്കുറിച്ചാണ്. ചാണക്യൻ പറയുന്ന ഒരു കാര്യമുണ്ട്: പൈസ വരുന്നത് മാത്രം നോക്കിയിരുന്നാൽ പോരാ, അത് എങ്ങനെ പോകുന്നു എന്നും കൂടി നോക്കണം. നിങ്ങൾക്ക് എത്ര വരുമാനം കിട്ടുന്നു എന്നതിലല്ല കാര്യം, കിട്ടുന്ന പൈസ നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നതിലാണ്. ഇതിനൊരു സിമ്പിൾ റൂളുണ്ട്, 50-30-20 റൂൾ. സംഭവം ഇത്രയുള്ളൂ: നിങ്ങളുടെ വരുമാനത്തിന്റെ 50% നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക, അതായത് വാടക, ഭക്ഷണം, ബില്ലുകൾ. അടുത്ത 30% നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി, ഒരു സിനിമയ്ക്ക് പോകാനോ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാനോ ഒക്കെ. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റായ ബാക്കി 20% അതെപ്പോഴും ഇൻവെസ്റ്റ്മെന്റിനായിട്ട് മാറ്റിവെക്കണം. ഈ ഒരൊറ്റ ശീലം മതി നിങ്ങളുടെ ഫിനാൻഷ്യൽ ഫ്യൂച്ചർ കംപ്ലീറ്റായിട്ട് മാറ്റാൻ. ശരി, ഇനി നമുക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് പോകാം. അതായത് തീരുമാനങ്ങൾ എടുക്കുന്നതിന്റെ സൈക്കോളജി. എങ്ങനെയാണ് ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കുക, അതും ശരിയായ സമയത്ത്? നോക്കാം. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, എല്ലാ റിസ്ക്കും ഒരുപോലെയാണോ? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ഒരിക്കലുമല്ല. ചാണക്യൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ബുദ്ധിയുള്ള ആൾ വെറുതെ റിസ്ക് എടുക്കില്ല, അയാൾ കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കും. അതായത് എല്ലാം കൃത്യമായി കണക്കുകൂട്ടിയിട്ട് മാത്രം. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. മണ്ടന്റെ റിസ്ക് എന്താ? കയ്യിലുള്ള ജോലി അങ്ങ് രാജിവെച്ചിട്ട് നേരെ ബിസിനസ് തുടങ്ങാൻ പോകും. ഇനി ബുദ്ധിമാന്റെ റിസ്ക് നോക്കൂ. അയാൾ ഇപ്പോഴുള്ള ജോലി കളയില്ല, അതിന്റെ കൂടെ ഒരു സൈഡ് ഹസിൽ തുടങ്ങും.
അതിൽ നിന്ന് മാസം ഒരു 40,000 രൂപയെങ്കിലും സ്ഥിരമായി കിട്ടിത്തുടങ്ങിയാൽ മാത്രം ജോലി രാജിവെച്ച് ബിസിനസ്സിൽ ഫുൾ ടൈം ആകും. കണ്ടോ വ്യത്യാസം? ഇതാണ് കാൽക്കുലേറ്റഡ് റിസ്ക്. ചാണക്യന്റെ ഒരു പ്രധാനപ്പെട്ട ഉപദേശമാണിത്. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിനെ ഉപയോഗിക്കുക, ഹൃദയത്തെയല്ല. അതായത് ലോജിക്കിന് പ്രാധാന്യം കൊടുക്കുക, ഇമോഷൻസിന് അല്ല. പ്രത്യേകിച്ച് പൈസയുടെയും കരിയറിന്റെയും കാര്യത്തിൽ വൈകാരികമായി എടുക്കുന്ന തീരുമാനങ്ങൾ മിക്കവാറും പണിയാകും. ഒരു സിറ്റുവേഷൻ പറയാം. നിങ്ങളുടെ ബോസ് നിങ്ങളെ വഴക്ക് പറഞ്ഞു. എന്തായിരിക്കും നിങ്ങളുടെ ഇമോഷണൽ റിയാക്ഷൻ? ഇനി ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് അപ്പം തന്നെ രാജിവെക്കും, അല്ലേ? പക്ഷെ ലോജിക്കലായി ചിന്തിച്ചാലോ? ഒരു 24 മണിക്കൂർ വെയിറ്റ് ചെയ്യുക, എന്താണ് സംഭവിച്ചതെന്ന് ശരിക്കും ഒന്ന് ആലോചിക്കുക, എന്നിട്ടൊരു തീരുമാനമെടുക്കുക. അതുപോലെ ഒരു ഫ്രണ്ട് വന്ന് പറയാണ്, ഡാ ഈ ബിസിനസ് പൊളിയാണ്, ഉടനെ ചാടിക്കേറി പൈസ ഇടരുത്, സ്വന്തമായിട്ടൊന്ന് റിസർച്ച് ചെയ്യുക, എന്നിട്ട് മാത്രം തീരുമാനിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കേട്ടു. പക്ഷെ വെറുതെ കേട്ടിരുന്നുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. ഇനി ഇത് പ്രവർത്തിക്കാനുള്ള സമയമാണ്. അതുകൊണ്ട് നിങ്ങൾക്കായി ഇതാ ഒരു 30 ദിവസത്തെ ചാലഞ്ച്. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, ചാണക്യന്റെ തത്വങ്ങളെന്ന് പറയുന്നത് വെറുമൊരു പുസ്തകമല്ല, അതൊരു ലൈഫ് മാനുവലാണ്. വെറുതെ കേട്ട് തള്ളിക്കളയാനുള്ളതല്ല, നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിക്കാനുള്ളതാണ്. അപ്പോൾ അടുത്ത 30 ദിവസത്തേക്ക് ഈ 2 ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ തിരഞ്ഞെടുത്ത് പരിശീലിക്കണം. ചലഞ്ച് 1: സ്ട്രാറ്റജിക് സൈലൻസ്. നിങ്ങളുടെ അടുത്ത വലിയ ഐഡിയ ആരോടും പറയാതെ രഹസ്യമായി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ചലഞ്ച് 2: ഡെയിലി ലേണിംഗ്. എല്ലാ ദിവസവും 1 മണിക്കൂർ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പുതിയൊരു സ്കില്ല് പഠിക്കാൻ വേണ്ടി മാത്രം മാറ്റിവെക്കുക. അപ്പോൾ ശരിക്കുള്ള ചോദ്യം ഇതാണ്: ഈ 30 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തു മാറ്റമായിരിക്കും വന്നിട്ടുണ്ടാവുക? നിങ്ങൾ തുടങ്ങുന്ന ഈ ചെറിയൊരു ശീലം നിങ്ങളെ ഭാവിയെ എത്രത്തോളം വലുതായിട്ടായിരിക്കും സ്വാധീനിക്കാൻ പോകുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ, എന്നിട്ട് പ്രവർത്തിച്ചു തുടങ്ങൂ. കാരണം നിങ്ങളുടെ വിജയം നിങ്ങളുടെ മാത്രം കയ്യിലാണ്.